വേദാസിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ബേസിക് സയൻസിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചു കഴിയും. നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണ്? രണ്ടാമത്തെ ചാപ്റ്ററായ മാറ്റത്തിൻ്റെ പൊരുൾ എന്ന ചാപ്റ്ററാണ് എന്ത് ചെയ്യാനുള്ള നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. പാഠത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു പടം കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പിക്ചറിൽ എന്തൊക്കെ ഉണ്ട്? ഒരുപാട് ആക്ടിങ് നടക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്നുണ്ട്, പാടത്ത് ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട്, ട്രാക്ടർ ഓടിക്കുന്നുണ്ട്, ജീപ്പ് ഓടിക്കുന്നുണ്ട്, അല്ലേ? അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടെടുക്കുക. ഒന്ന് വീഡിയോ എന്ത് ചെയ്യുക? പാസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെ എന്ത് ചെയ്യുക? ആ ടെക്സ്റ്റിൻ്റെ ആ പേജ് എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിനകത്ത് എന്തൊക്കെ നടക്കുന്നത് എന്ത് ചെയ്യുക? ഒന്ന് കണ്ടെത്തുക. കണ്ടതിൽ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലൂടെ എന്ത് ചെയ്യുക? ഒന്ന് കുറിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്താ നടക്കുന്നതിനകത്ത്? എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വീട് കാണിച്ചിട്ടുണ്ടല്ലേ? ആ വീടിൻ്റെ മേളിൽ എന്തുണ്ട്? കുറച്ച് തുണികൾ ഉണക്കായിട്ടിട്ടുണ്ടല്ലേ? താഴെ എന്ത് ചെയ്യുന്നു? കുട്ടികൾ എന്ത് ചെയ്യുന്നു? കളിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തെ ഒരു പാടം ഉണ്ടല്ലേ? ആ പാടത്ത് എന്താണ്? ഒരാളെന്ന് കൃഷി ചെയ്യണമല്ലേ? അല്ലെങ്കിൽ കിളകി ചെയ്യണമല്ലേ? അതേപോലെ ട്രാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഓടിക്കുന്നുണ്ട്. അതേപോലെ ആ പാടത്തിലേക്ക് തൊട്ടിപ്പുറത്തോട്ട് ഒഴുകുന്നത് തോട്ടിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നില്ലേ? അതേപോലെ ഒരു 2 താറാവ് ചെയ്യുന്നുണ്ട്, നീന്തുന്നുണ്ട് ഇല്ലേ? അതിനോടൊപ്പം ആ റോഡിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു ജീപ്പ് പോകുന്നുണ്ട്. ആ ജീപ്പിന്റെ മേളിൽ സാധനം വെച്ചിട്ടില്ലേ? അതിന്റെ പേരെന്താണ്? ലൗഡ് സ്പീക്കർ. ആ ലൗഡ് സ്പീക്കർ എന്താണ്? ഒരു അനൗൺസ്മെന്റ് എന്തോ കടന്നു പോയാണ് അതുവഴി. അതേപോലെ റോഡിന് സൈഡിലായിട്ട് കുറെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടല്ലേ? ആ ഇലക്ട്രിക് പോസ്റ്റിലൂടെ എന്തുണ്ട്? കറണ്ട് കടന്നു പോവുകയാണ്. ആ കറണ്ട് കടന്നു പോകുന്നു എന്ന് കാണിക്കാൻ എന്തോ ചെയ്യുന്നത്? ഒരു ബൾബ്, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഓണാക്കിയുടെ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നത്? കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പിക്ചറിൽ, ആ ചിത്രത്തിൽ ഇത്രയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത്രത്തോളം പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. നമുക്കറിയാം, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്തിന് സഹായം ആവശ്യമാണ്? എന്ത് ലഭിക്കണം? ഒരു ഊർജ്ജം ലഭിക്കണം. വേണോ വേണ്ടേ? വേണം. ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നു, അല്ലെങ്കിൽ അയാൾ കൃഷി ചെയ്യുന്നു, കിളയ്ക്കുന്നു, അല്ലെങ്കിൽ താറാവ് നീന്തുന്നു. ഇവയ്ക്ക് എല്ലാത്തിനും എന്ത് വേണം? ഊർജം വേണം, അല്ലെങ്കിൽ ഒരു എനർജി വേണം. വേണോ വേണ്ടേ? അപ്പോൾ നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംസാരിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു എനർജി വേണം, ഇല്ലേ? അപ്പോൾ നമുക്ക് ഈ എനർജി എവിടെ നിന്ന് കിട്ടുന്നതാണ്? എവിടെ കിട്ടുന്നതായിരിക്കും? നമ്മൾ കഴിക്കുന്ന ആഹാരം നിന്ന് കിട്ടുന്നതായിരിക്കും, അല്ലേ? നമ്മൾ ഇത് ഫുഡിന് കിട്ടുന്നതായിരിക്കും. സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം മുഴുവൻ ചെയ്യുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതിരുന്നാൽ നമുക്ക് കളിക്കാൻ പോകാൻ പറ്റും? ഇല്ല. നമ്മൾ ഭയങ്കര എന്തായിരിക്കും? ക്ഷീണിതനായിരിക്കും, ഇല്ലേ? നമുക്ക് എന്തില്ല? കളിക്കാനും നടക്കാനും ഓടാനും എന്ത് കിട്ടത്തില്ല? എനർജി കിട്ടത്തില്ല, ഊർജ്ജം കിട്ടില്ല, ലഭിക്കുന്നില്ല. അതായത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരം നിന്ന് കിട്ടുന്ന ഊർജ്ജം ലഭിക്കുന്നത്, ഇല്ലേ? അതേപോലെ എന്താണ്? ഒരു ജീപ്പ് മൂവ് ചെയ്ത് പോകുന്നില്ലേ? ജീപ്പ് എന്താണ്? ഓടി പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിച്ച് പോകുന്നുണ്ട്. വാഹനങ്ങൾ ആഹാരമാണ് കഴിക്കുന്നത്? അല്ല. അത് എന്താ ചെയ്യുന്ന? പെട്രോളോ ഡീസലോ ആണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. നമ്മൾ എന്ത് വിളിക്കും? ഫ്യൂവൽ, അല്ലെങ്കിൽ ഇന്ധനം എന്ന് വിളിക്കും, ഇല്ലേ? അപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് എനർജി കിട്ടുന്ന എവിടെ നിന്നായിരിക്കും? അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ നിന്നായിരിക്കും. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എന്താണ്? ഇന്ധനം എന്ത് ചെയ്യുമ്പോൾ, ബേൺ ചെയ്യുമ്പോൾ, കത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്ന? ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോഴാണ്, ഇന്ധനം കത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്ന? വാഹനങ്ങൾക്ക് ഊർജ്ജം ലഭിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു മോട്ടോറുണ്ട്. മോട്ടോർ എന്താണ് ചെയ്യുന്നത്? വെള്ളം എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്തെടുക്കുന്നു, അല്ലേ? അപ്പോൾ മോട്ടോറിന് എനർജി എവിടെ നിന്ന് കിട്ടും? വെള്ളത്തിനെ പമ്പ് ചെയ്ത് ഇപ്പുറത്തെത്തിക്കാൻ മോട്ടോറിന് എനർജി വേണ്ടേ? എനർജി കൊടുക്കുന്ന ആരായിരിക്കും? അതാരായിരിക്കും? അത് കിട്ടുന്ന എന്തായിരിക്കും? ഇലക്ട്രിക് എനർജി ആയിരിക്കും, അല്ലേ? അരിയായിരിക്കത്തില്ലേ? നമ്മളെ വീട്ടിൽ കിണറ്റിൽ മോട്ടർ ഇല്ലേ? നമ്മൾ സ്വിച്ച് ഇടുമ്പോഴല്ലേ മോട്ടോർ പമ്പ് ചെയ്യുന്നത്? കിണറ്റിലുള്ള വെള്ളം എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്ത് എവിടെ എത്തിക്കുകയും ചെയ്യുന്ന? ടാങ്കിൽ എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. കറണ്ട് ഇല്ലാത്തപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യും? ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? ഇലക്ട്രിക് എനർജി, അല്ലെങ്കിൽ വൈദ്യുതി വേണം. വേണോ വേണ്ടേ? വേണം. അതേപോലെ നമുക്ക് എന്ത് വേണം? ലൈറ്റ് ഇടണം. ഒരു ബൾബിന് എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. നിങ്ങൾ റൂമിൽ ബൾബ് കാണത്തില്ലേ? അപ്പോൾ ബൾബ് എന്ത് ചെയ്യണം? പ്രകാശിക്കണമെങ്കിൽ ബൾബിൽ ആര് വരണം? ഒരു വൈദ്യുതി കടന്നു വരണം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് എനർജി എന്ത് ചെയ്യണം? കടന്നു വരണം. ഓക്കെ,
ഇത്തരത്തിൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിന് മുന്നിൽ ആര് കാണും? അതിന് കാരണക്കാരനായ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ത് ചെയ്യും? ഉണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പാഠഭാഗത്തിൽ തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകുന്ന പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം, ആ വാഹനം ഓടണമെങ്കിൽ എന്ത് വേണം? ഒരു എനർജി വേണം. ആ എനർജി ഇവിടെ കിട്ടുമെന്ന് അറിയാം. ഇവിടെ നിന്ന് കിട്ടുന്ന അതിൽ പിടിക്കുന്ന ആ ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം ബേൺ ചെയ്യുമ്പോഴാണ് കത്തുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആ എനർജി കിട്ടുന്നത്. നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം നിന്ന് കിട്ടും, എനർജി കിട്ടും ഇല്ലേ? ഒരു ബൾബ് കത്തണമെങ്കിൽ ആ ബൾബ് പ്രകാശിക്കണമെങ്കിൽ എന്ത് കിട്ടണം? ഇലക്ട്രിക് എനർജി വേണം. വാഹനങ്ങളിൽ പോലെ ഫ്യൂവൽ മതി പോലെ എന്ത് വേണം? ഇലക്ട്രിക് എനർജി വേണം, അല്ലെങ്കിൽ വൈദ്യുതി വേണം. വേണ്ടയോ? വേണം. അതേപോലെ ഒരു ലൗഡ് സ്പീക്കർ എന്താണെന്ന് അറിയാമല്ലോ. ശബ്ദം എന്ത് ചെയ്യും? കുറച്ച് ഉച്ചത്തിൽ കേൾക്കുന്ന ആ ബോക്സിൽ, അതാണ് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? പുറത്തു വരുന്ന ആരാണ്? സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്ത് വരുന്നത്. അത് വർക്ക് ചെയ്യണ ആര് വേണം? അതിന് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ വേണം, ഒരു ഇലക്ട്രിക്കൽ എനർജി വേണം, ഒരു ചെറിയ വൈദ്യുതോർജ്ജം എന്ത് കിട്ടണം? അതിന് ലഭിച്ചാൽ എന്ത് കിട്ടത്തുള്ളൂ? സൗണ്ട് സിഗ്നൽ അതിന് എന്ത് ചെയ്യത്തുള്ളൂ? പുറത്ത് വരുത്തുള്ളൂ. അപ്പോൾ നേരത്തെ കണ്ട പിക്ചറിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? വീടിന് വെളിയിൽ എന്തുണ്ട്? കുറച്ച് തുണികൾ എന്താണ് ഉണക്കാൻ വിരിച്ചേക്കില്ലായിരുന്നു. നമ്മൾ പൊതുവെ ചെയ്യാറ് നനഞ്ഞ തുണി എന്ത് ചെയ്യും? നമ്മൾ വേറെ കൊണ്ട് ഇടുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഉണങ്ങി കിട്ടും അല്ലേ? അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള ക്ലോത്ത് എന്ത് കിട്ടും? നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ വെറ്റായിട്ടുള്ള ക്ലോത്ത് നമ്മൾ സൺലൈറ്റ് കൊണ്ടിടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് അത് ഡ്രൈ ആയിട്ട് കിട്ടും. ഓക്കെ, അവിടെ എന്തുകൊണ്ടാണ് ഡ്രൈ ആയത്? കാര്യം എന്തായിരിക്കും? സൺലൈറ്റ് എന്തുണ്ട്? ചൂടുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ട്. ആ ഹീറ്റ് ഉപയോഗിച്ചില്ലേ വെറ്റായിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ നനഞ്ഞ തുണി എന്തായത്? ഉണങ്ങിയത്, അല്ലെങ്കിൽ ഡ്രൈ ആയത് അല്ലേ? അതായത് സൺലൈറ്റിന് എന്ത് കിട്ടുന്നുണ്ട്? ഹീറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ താപം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ചൂട് കിട്ടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്ത തുണി എന്ത് ചെയ്ത് അവിടെ ഉണങ്ങി കിട്ടിയത് ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു? അവിടെ ഹീറ്റ് എനർജി ഉപയോഗിച്ചു, അല്ലെങ്കിൽ താപോർജ്ജം ഉപയോഗിച്ചു അല്ലേ? അതേപോലെ നമ്മൾ പകൽ സമയങ്ങളിൽ നമുക്ക് ലൈറ്റിന്റെ ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഒരു ബൾബ് പ്രകാശിപ്പിക്കണോ ലൈറ്റ് കിട്ടാൻ വേണ്ടി? വേണ്ട. എന്താണ് കാര്യം? നമുക്ക് എന്തുണ്ട്? സൂര്യപ്രകാശമുണ്ട്, സൺലൈറ്റ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ലൈറ്റ് എന്താണ്? ഒരു എനർജി ആണെന്ന് അറിയാം, ഒരു ഊർജ്ജ രൂപമാണെന്ന് അറിയാം. അപ്പോൾ നമ്മളവിടെ എന്ത് ഉപയോഗിച്ചു? സൺലൈറ്റിലെ പ്രകാശോർജ്ജം അല്ലെങ്കിൽ ലൈറ്റ് എനർജി എന്ത് ചെയ്തു? നമ്മൾ ഉപയോഗിച്ചു. രാത്രിയാണെങ്കിൽ ആരില്ല? സൺലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് പ്രകാശം ലഭിക്കാൻ എന്ത് വേണം? ബൾബ് വേണം. ഒരു CFL അല്ലെങ്കിൽ LED ബൾബ് എന്ത് വേണം? നമ്മൾ പ്രകാശിപ്പിക്കും അല്ലേ? ആ പ്രകാശിപ്പിക്കണമെങ്കിൽ ആര് വേണം? നമുക്കറിയാം. ഒരു ഇലക്ട്രിക്കൽ എനർജി വേണമെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട സൺലൈറ്റ് നമ്മൾ തുണി ഉണക്കാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? സൺലൈറ്റിലുള്ള താപോർജ്ജം ഉപയോഗിച്ചു. എന്നാൽ കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കാം? പ്രകാശം ലഭിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? പ്രകാശോർജ്ജം ഉപയോഗിച്ചു അല്ലേ? ഇപ്പോൾ നമ്മൾ ആഹാരം പാകം ചെയ്യുകയാണ്. എങ്ങനെ ആഹാരം പാകം ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യും? ഒരു അടുപ്പ് കാണും അല്ലേ? അടുപ്പിൽ എന്ത് കൊടുക്കും? വിറകൊക്കെ വെച്ചു അല്ലെങ്കിൽ LPG വെച്ച് നമ്മൾ എന്ത് കൊടുക്കും? തീ കത്തിക്കും. അല്ലെങ്കിൽ തീ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ തീ കത്തിക്കുമ്പോൾ എന്ത് ലഭിക്കും? നമുക്ക് താപോർജ്ജം ലഭിക്കും, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ലഭിക്കും. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്ന? നമ്മൾ ആഹാരം എന്ത് ചെയ്യുന്ന? കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡ് എന്ത് ചെയ്യുന്ന? കുക്ക് ചെയ്യുന്നത്, ആഹാരം പാകം ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. നിങ്ങളൊരു ബൾബ് എടുക്കുക. ബൾബ് എടുത്തിട്ട് ഒരു ഫിലമെന്റ് ബൾബ് ആണെങ്കിൽ ഉചിതം. അപ്പോൾ ഒരു ഫിലമെന്റ് ബൾബ് എടുത്തിട്ട്, ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ മഞ്ഞ വെട്ടം കിട്ടുന്ന ബൾബിൽ ഒരു റൗണ്ട് നൽകുന്ന ബൾബ്, ആ ഒരു ഫിലമെന്റ് ബൾബ് എടുത്തിട്ട് കുറച്ച് എന്ത് ചെയ്യുക? പ്രകാശിപ്പിക്കുക. കുറച്ച് നേരം മതി. ഓക്കെ, കുറച്ച് നേരം പ്രകാശിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുക? തൊട്ട് നോക്കുക. ബൾബ് എന്ത് ചെയ്യുക? ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? തൊട്ട് നോക്കുക. ഓക്കെ, ബൾബ് ഓഫ് ചെയ്ത് തൊട്ട് നോക്കുമ്പോൾ പിടിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. എന്താണ്? ചെറുതായിട്ട് എന്ത് ചെയ്യുക? തൊട്ട് നോക്കുക. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടും? കയ്യിൽ ചെറുതായിട്ട് എന്ത് അനുഭവപ്പെടും? ഒരു താപം അനുഭവപ്പെടും. എന്ത് അനുഭവപ്പെടും? ഒരു താപം, ഒരു ചൂട് എന്ത് ചെയ്യും? ഒരു ഹീറ്റ് എന്ത് ചെയ്യും? അനുഭവപ്പെടും. നമ്മളവിടെ എന്താ ചെയ്തത്? നമുക്ക് പ്രകാശം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തോളൂ? വൈദ്യോർജ്ജം കൊടുത്തു. വൈദ്യോർജ്ജം കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രകാശോർജ്ജം കിട്ടി. പക്ഷെ അവിടെ പ്രകാശോർജ്ജം മാത്രമാണ് ഉണ്ടായത്? അല്ല. അവിടെ എന്തും ഉണ്ടായി? പ്രകാശോർജ്ജത്തോടൊപ്പം അല്ലെങ്കിൽ ലൈറ്റ് എനർജിയോടൊപ്പം അവിടെ ഒരു താപം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു താപോർജ്ജം ഉണ്ടായി, അല്ലെങ്കിൽ ഹീറ്റ് എനർജി എന്ത് ചെയ്തോടെ പ്രൊഡ്യൂസ് ചെയ്തു.
ഇല്ലേ? ആ ഹീറ്റ് എനർജി നമ്മൾ ആവശ്യപ്പെട്ടതാണ്? അല്ല. അതേപോലെ നമ്മൾ ആഹാരം പാകം ചെയ്യുകയാണ്. ആഹാരം പാകം ചെയ്യുമ്പോൾ വിറക് കത്തിക്കുന്നു. വിറക് കത്തിക്കുമ്പോൾ നമുക്ക് ആവശ്യം എന്ത് മാത്രമാണ്? ആ വിറക് കത്തുമ്പോൾ ഉണ്ടാവുന്ന താപോർജ്ജം മാത്രമാണ്. പക്ഷെ അവിടെ താപം മാത്രം ഉണ്ടാകുന്നുള്ള ഇല്ല. അവിടെ എന്തുണ്ട്? ഒരു പ്രകാശം ലഭിക്കുന്നില്ലേ? അതായത് വിറക് കത്തുമ്പോൾ എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. അപ്പോൾ താപോർജ്ജത്തോടൊപ്പം അവിടെ എന്തുണ്ടായി? പ്രകാശോർജ്ജം അല്ലെങ്കിൽ ലൈറ്റ് എനർജി എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു, അല്ലേ? അതേപോലെ നമ്മൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാറില്ലേ? പടക്കം പൊട്ടിക്കാറുണ്ട്. അപ്പോൾ ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് പടക്കം പൊട്ടിക്കുന്നത്? നമ്മളൊരു ആ ശബ്ദത്തിന് വേണ്ടിയല്ലേ പടക്കം പൊട്ടിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള എന്താണ്? ശബ്ദോർജ്ജമാണ്. പക്ഷേ ആ ശബ്ദോർജ്ജത്തോടൊപ്പം ആരും ഉണ്ടാവും? പ്രകാശം ഉണ്ടാവത്തില്ലേ? ആ പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാവത്തില്ലേ? അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടായി? പ്രകാശോർജ്ജം ഉണ്ടായി, ശബ്ദോർജ്ജം ഉണ്ടായി. അത്തരത്തിൽ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ നമുക്ക് ആവശ്യമായത് മാത്രമല്ല എന്ത് ചെയ്യുന്ന ഉണ്ടാകുന്നത്, എന്ത് ലഭിക്കും? മറ്റ് എനർജി എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു വാഹനം കടന്നു പോവുകയാണ്. അപ്പോൾ വാഹനം കടന്നു പോകുമ്പോൾ ആ വാഹനം ചലിക്കുന്ന ആരാണെന്നത് യാന്ത്രികോർജ്ജം എന്ന് പറയും നമ്മളതിന്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. ആ മെക്കാനിക്കൽ എനർജി മാത്രമല്ല അവിടെ എന്തുണ്ടാവും? വാഹനം എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകത്തില്ല. അപ്പോൾ ശബ്ദോർജ്ജം എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് അവിടെ ആവശ്യം മാത്രം ആരാണ് നമുക്ക് ആവശ്യം? മെക്കാനിക്കൽ എനർജി മാത്രമാണ് നമുക്ക് എന്ത് അവിടെ ആവശ്യം, അല്ലെങ്കിൽ യാന്ത്രികോർജ്ജം മാത്രമാണ് നമുക്ക് അവിടെ ആവശ്യം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ എന്താ പറയുന്നത്? ഒരു പ്രവൃത്തി നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിലധികം എനർജി എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നുണ്ട്. അതിൽ നമുക്ക് എന്താണ്? ആവശ്യമായതുകൊണ്ട് ആവശ്യം അല്ലാത്തവയുണ്ട്, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഈ ക്ലാസ് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ എസൻസ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ പൊരുൾ, അതിനകത്ത് എന്തൊക്കെ പഠിക്കാൻ നോക്കി, എന്തൊക്കെയാണ് എനർജിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്ന പാഠത്തിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാനുള്ളത് അല്ല നമ്മുടെ പാഠഭാഗത്തിൽ ഒരു രസകരമായ ചിത്രം കണ്ടു. ആ ചിത്രത്തിൽ നടക്കുന്ന പ്രവൃത്തിയെ കുറിച്ച് മനസ്സിലാക്കി. അതേപോലെ ആ പ്രവൃത്തി നടക്കണമെങ്കിൽ ആര് വേണമെന്ന് പറഞ്ഞു? എനർജി വേണമെന്ന് പറഞ്ഞു. ആ എനർജി എവിടെ നിന്നെല്ലാം ലഭിക്കും, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ഉണ്ടാകുന്നുള്ളൂ എന്നാണ് എന്ത് ചെയ്യുന്നുണ്ട് നോക്കി. അപ്പോൾ ബാക്കി പാഠഭാഗം എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ കാണാം.